ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ പാഷൻ പ്രോ ആണ് വണ്ടി. ഹീറോയുടെ വണ്ടി ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളത് ഓവർഫ്ലോ ചെക്ക് ചെയ്യാനായിട്ട് കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബറേറ്ററിൻ്റെ അടിയിൽ ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ഈ പെട്രോളിൽ വരുന്ന കെമിക്കലിൻ്റെ റിയാക്ഷനാണ്. ഇപ്പോഴത്തെ പെട്രോൾ പറഞ്ഞാൽ എത്രത്തോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്, E20 പെട്രോൾ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇതിനകത്ത് കാണുന്നത് കേട്ടോ. നിലവിൽ ഇത് ഈ ഫ്ലോട്ടിൻ്റെ വാൽവ് ഇതിൻ്റെ ഉള്ളിൽ ജാമായ ഒരവസ്ഥയിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അത് ക്ലിയറായിട്ട് അടയാണ്ട് വരുമ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ട് നിന്ന് കഴിഞ്ഞാൽ പെട്രോളിനകത്ത് വരും. അതങ്ങനെ ഓവർഫ്ലോ ആയിട്ട് വന്നാണ് കംപ്ലൈൻറ്റ് ആകുന്നത്. നിലവിൽ നല്ല രീതിയിൽ കാർബറേറ്ററിനെ ബാധിച്ചിട്ടുണ്ട്. പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഒരു പൊടി പോലെയൊക്കെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും ഇത് ക്ലീൻ ചെയ്ത് കയറ്റണ സമയത്ത്, അതായത് ആ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഐറ്റം വന്ന് അടയുന്ന ഭാഗം വളരെ ചെറിയൊരു ഹോളാണ്. ആ ഹോളിൻ്റെ ചുറ്റും ഇതേപോലെ തന്നെ ക്ലാവ് പിടിച്ചിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്കത് ക്ലീൻ ചെയ്യാണ്ട് മാർഗമില്ല. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യുമ്പോൾ കാർബറേറ്ററിൻ്റെ ക്ലീനർ എന്നൊരു സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക. ആ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഉള്ള അഴുക്കുകൾ മൊത്തം അത് പോവും, ആ ക്ലാവും പൊളിഞ്ഞു പോകും. അങ്ങനെ വന്ന സമയത്ത് അതിൻ്റെ സീറ്റിങ്ങിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാർബറേറ്റർ അസംബ്ലി പാടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. തൽക്കാലം നമുക്കത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം എന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ കാർബറേറ്ററിനകത്ത് തന്നെ ഈ സ്ലോ ജെറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കായിരിക്കാം. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഈ സ്ലോ ജെറ്റും കൂടി ഒന്ന് മാറ്റിയിടാം. 100% നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തവർക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഡാമേജ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് കാർബറേറ്ററിൻ്റെ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനത് പ്രകാരം നമുക്ക് അത് മാത്രമാണ് ഞങ്ങൾ വർക്ക്. നമുക്ക് ഈ ഫോർക്കിൻ്റെ സൈഡ് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറഞ്ഞ് രജിസ്റ്റർ ചെയ്തതാണ്, കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചെയ്യണത്. അതിന് വരുന്ന ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. അപ്പോൾ നമ്മളത് ഓവർഫ്ലോ കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ പെട്രോൾ ലോക്ക് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. കൂടുതൽ സമയം വെക്കുന്ന സമയത്ത് പെട്രോൾ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് നോക്കാം. വൈകിട്ടൊക്കെ വെക്കുമ്പോൾ ഒരുപാട് നേരമൊക്കെ വെക്കുന്ന സമയത്ത് ഓവർഫ്ലോ വന്നില്ലെങ്കിൽ പോലും. ഓക്കെ.